കാണുന്നതാണ് അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് സമീപത്തുള്ള ദൃശ്യമാണ്, തത്സമയ ദൃശ്യമാണ്. കെ വി ബൈജു നമുക്കിപ്പോൾ ഉണ്ട്. ബൈജു, എന്താണ് സാഹചര്യം? തീർച്ചയായും സൈറ്റേ, നമ്മളിപ്പോൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു നടന്ന സ്ഥലത്തിനെ. ഏതായാലും തടയാൻ ഉണ്ടായിരുന്നു ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ. പക്ഷെ അതൊക്കെ വകവെക്കാതെ ഇപ്പോൾ കർണാടക മാധ്യമ സംഘത്തിനൊപ്പമാണ് നമ്മളുള്ളത്. നമ്മുടെ ദൃശ്യം ഇപ്പോൾ തത്സമയം കാണാം. റേഞ്ച് പ്രശ്നം ഉണ്ട് ഈ സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഈ പുഴ കൃത്യമായി നമുക്ക് കാണാം. ഇതാ കൃത്യമായി സ്ഥലത്തേക്ക് എത്തിയിരുന്നു. നിരവധി വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരവധി വാഹനങ്ങൾ, ഉദ്യോഗസ്ഥ വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അത്തരത്തിൽ നമ്മൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു ഈ അപകടം നടന്ന സ്ഥലത്തിന്റെ. ഏതാനും കന്നഡ മാധ്യമപ്രവർത്തകരും ഏതാനും മലയാള മാധ്യമപ്രവർത്തകർ മാത്രമാണ് ഈ സംഘത്തിലുള്ളത്. എല്ലാവരെയും കടത്തിവിട്ടിട്ടില്ല. ഒരു വാഹനത്തിൽ കൊള്ളാവുന്ന PRDയുടെ, അതായത് ഇവിടുന്ന് കാർവാർന്ന് വന്ന PRD സംഘത്തിനൊപ്പമാണ് നമ്മളുമുള്ളത്. ഇതെല്ലാം കൃത്യമായി ദൃശ്യങ്ങളിൽ കാണാം. സംഭവ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിയിരിക്കുന്ന അപകടം നടന്ന ദൃശ്യമാണ് കാണുന്നത്. അവിടെ നിന്നാണ് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃത്യമായി മണ്ണ് നീക്കുന്നു, ഓരോ വാഹനത്തിലാക്കി അത് പിന്നീട് താഴ്ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനായി ലോറികൾ ക്രമീകരിച്ചിരിക്കുന്നു. അത്തരത്തിൽ പ്രവർത്തനം ഊർജിതമായി നടക്കുന്നു. 4 JCB ഇപ്പോൾ കൃത്യമായി നമുക്ക് 2 ഭാഗത്തായി 8 JCB. ഇപ്പോൾ ഇവിടെ തന്നെ 5ഉം 6ഉം JCB കാണാം. ഇന്നലത്തെ പോലെയല്ല പ്രവർത്തനം, വളരെ ഊർജിതമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഈ വാഹനം ലോറിയുടെ ലൊക്കേഷൻ കൃത്യമായി റഡാർ ഉപയോഗിച്ച് കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഇനി വളരെ എളുപ്പമാണ്. ഏതാനും മിനിറ്റുകളാണ്, കാലാവസ്ഥ അനുകൂലമാണ്. ഇനിയുള്ള ഓരോ മണിക്കൂറുകളും അതിനിർണായകമാണ്. എന്തായാലും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഈ പ്രദേശത്തിന്റെ ഒരു അവസ്ഥ നോക്കിയാൽ അത്തരത്തിൽ ചെളിയും മണ്ണും നിറഞ്ഞ് നമുക്ക് കാണാം. പുഴയുടെ ഒരു പകുതി ഭാഗം പൂർണ്ണമായും ഇല്ല, അത്തരത്തിൽ മൂടി നിൽക്കുന്നു. ഒപ്പം പുഴയിൽ ഇത്തരത്തിൽ NDRFന്റെ സംഘം തിരച്ചിൽ നടത്തുന്നതും കാണാം. പ്രദേശവാസികൾ ഇതിൽ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്, കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സംഘം പരിശോധന നടത്തുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതായത് രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തെ ആ അപകടത്തിന്റെ തത്സമയ ദൃശ്യമാണ്. അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ട്. കൂടുതൽ വാഹനങ്ങളുണ്ട്, JCB ഉണ്ട്. നേരത്തെ നമ്മൾ ആകാശ ദൃശ്യത്തിൽ കണ്ട ആ ടവർ, ആ വൈദ്യുതി ടവർ അവിടെ തകർന്നു കിടക്കുന്നത് കാണാം. ഇപ്പോൾ നേരത്തെ കണ്ടത് മുമ്പ് ചിത്രീകരിച്ച ദൃശ്യമാണെങ്കിൽ ഇത് തത്സമയ ദൃശ്യമാണ്. ആ അപകടത്തിന്റെ സ്ഥലം വ്യാപ്തി വ്യക്തമാക്കുന്ന സാഹചര്യം നമുക്കവിടെ വ്യക്തമാണ്. എത്ര വലിയ അളവിലാണ് മണ്ണ് വീണ് കിടക്കുന്നത് എന്നത് നോക്കുക. മണ്ണ് വീണ് കിടക്കുന്ന മണ്ണ് റോഡിന്റെ ഒരു വശത്തു നിന്നും മറൊരു വശത്തേക്ക് മാറ്റിയിട്ടുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വേഗത്തിൽ നീങ്ങുന്നു. റഡാർ ഉപയോഗിച്ചുകൊണ്ട് ആ ലൊക്കേഷൻ കണ്ടെത്തുന്നു. നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ച കളക്ടർ അടക്കം അവിടെയുണ്ട്, അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒപ്പം MLA അടക്കമുള്ള ഉണ്ട്. അങ്ങനെ രക്ഷാപ്രവർത്തനം അവിടെ ആ തരത്തിൽ തകൃതിയായി നടക്കുകയാണ്. ഇനിയുള്ള മിനിറ്റുകളിൽ ഈ കണ്ടെത്തിയ ലോറിയുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഒരു പക്ഷേ ആ ദൃശ്യങ്ങൾ കാണുന്ന ആ JCB പ്രവർത്തിക്കുന്ന ഇടത്താവാം ഈ കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു പക്ഷേ ലൊക്കേഷൻ കണ്ടെത്തിയ ഇടം കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റുന്ന നടപടികളായിരിക്കാം ഇപ്പോൾ നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ കേരളം കാത്തിരിക്കുന്ന ഒരു ആകാംക്ഷയുയർത്തുന്ന കാര്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ദൃശ്യമാണ്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടാവണം. ലോറിക്കുള്ളിൽ അർജുൻ സുരക്ഷിതനാണോ എന്ന ഉത്തരമുണ്ടാവണം. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. അവിടെ അപകട സ്ഥലത്തിന്റെ തത്സമയ ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ബൈജു തുടരുന്നുണ്ടെങ്കിൽ ബൈജു, എന്താണ് കാഴ്ചയിൽ കാണുന്നത്? സജിത്തെ, അതിഭീകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. ചെളിയും മണ്ണും കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഇവിടെ ഊർജിതമായി നടക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഏതായാലും ആ സ്ഥലം കൃത്യമായി കണ്ടെത്തിയുണ്ട്. ആ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ മണ്ണെടുക്കുന്നത്. തത്സമയം തന്നെ നമുക്ക് ഒരു പക്ഷേ ആ ലോറിയുടെ ദൃശ്യം കാണിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. നമ്മുടെ ക്യാമറ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ആദ്യമായാണ് ഒരു മലയാള ചാനൽ ഇത്തരത്തിൽ ഈ ദൃശ്യം കാണിക്കുന്നത്. നമ്മൾ അതുമാത്രമല്ല, ആദ്യമായാണ് ഈ ലോറി കണ്ടെത്തി റഡാർ വഴി ഇത്തരത്തിൽ ലൊക്കേഷൻ കണ്ടെത്തിയെന്ന വിവരവും പുറത്തുവിടുന്നത്. എന്തായാലും ഈ ലോറിയുടെ ദൃശ്യം തന്നെ ഏതാനും നിമിഷങ്ങളിൽ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്, പ്രാർത്ഥനയാണുള്ളത്. ഏതായാലും മനാഫ് ഉൾപ്പെടെയുള്ള ഈ അർജുന്റെ ബന്ധുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. കൃത്യമായ സ്ഥലം തന്നെ ഐഡന്റിഫൈ ചെയ്ത് അവിടെ പരിശോധന, മണ്ണ് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ചെളിയും മണ്ണും നിറഞ്ഞു നിൽക്കുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഉള്ള ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ്. ദൃശ്യങ്ങൾ ഈ ഭീകരത നമുക്ക് കാണാം. മുകളിൽ നിന്നും വലിയൊരു മല അപ്പാടെ
താഴേക്ക് പതിച്ചതും ഒപ്പം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെട്ടതും മുകളിൽ നിന്നും വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെട്ടതും ഇതിൽ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ അർജുനെ കണ്ടെത്താൻ സാധിക്കും. അർജുൻ സഞ്ചരിച്ച ലോറി കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഇവിടുന്ന് പങ്കുവയ്ക്കാനുള്ളത്. സൈറ്റ് ബൈജു, ഇപ്പോൾ ബൈജുവും ആ ക്യാമറയും തൊട്ടടുത്തുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വലിയ ഒരു യന്ത്ര സഹായത്തോടെ അവിടുന്ന് മണ്ണ് മാറ്റുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ ഈ റഡാറിൽ ഏറെക്കുറെ ഉറപ്പിച്ച ലൊക്കേഷൻ ഉറപ്പിച്ച ഇടത്ത് നിന്ന് തന്നെയാണോ ഇപ്പോൾ മണ്ണ് മാറ്റി നടപടികൾ നടക്കുന്നത്? അത് കേന്ദ്രീകരിച്ചാണോ നടക്കുന്നത്? തീർച്ചയായും കൃത്യമായ സ്ഥലം, ഈ ലോറി ഉണ്ടായിരുന്ന സ്ഥലം കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. ബൈജു എന്ന് തുടരെ വിവരങ്ങൾ ശേഖരിക്കുക. ഇതാ ദൃശ്യങ്ങൾ കാണുന്നത് ആ റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണിന് വീണ് കിടക്കുന്ന മണ്ണിന് മുകളിലൂടെ റഡാർ കൊണ്ടുപോയി ഒരുപക്ഷെ ഈ വാഹനങ്ങൾ ലൊക്കേറ്റ് ചെയ്ത ശേഷം അത് തിരികെ എത്തിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത്. അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ച് ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ മണ്ണ് വീണ് കിടക്കുന്നതിന്റെ മുകളിലൂടെ റഡാർ സിഗ്നലിംഗ് സംവിധാനം ഉപയോഗിച്ച് വാഹനങ്ങൾ ലൊക്കേറ്റ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ.